ഹലോ, ഇന്ന് നമ്മൾ പുതിയൊരു ബുക്കിൻ്റെ സജഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിംന വിജയ് എഴുതിയ ഏറ്റവും പ്രിയപ്പെട്ട എന്നോടെന്ന ബുക്കിനെ കുറിച്ചിട്ടാണ്. ഒരു വൺ ലൈൻ പറയുകയാണെങ്കിൽ സെൽഫ് ലവിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് വായനക്കാർക്കൊരു ഐഡിയ തരുന്ന ബുക്കാണിതെന്ന് പറയാം. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായ ഒരു ബുക്കാണ് കേട്ടോ ഇത്. പെട്ടെന്ന് തന്നെ നമുക്കിത് വായിച്ചു തീർക്കാൻ തോന്നും. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് നിംന ഈ കഥ പറയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും എന്നാൽ സ്വയം സ്നേഹിക്കാനോ വിശ്വസിക്കാനോ കഴിയാതെ പോയ അതിഥി എന്ന പെൺകുട്ടിയുടെ കഥയാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് പറയുന്നത്. നമ്മൾ ഒരുപാട് ആളുകളുടെ റെപ്രസെൻറ്റേഷനാണ് അതിഥി എന്ന ഈ കഥാപാത്രം. ബാംഗ്ലൂരിൽ ജോലിക്കായി എത്തുന്ന അതിഥിയുടെ ജീവിതത്തിൽ പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നാണ് ഈ കഥ പറയുന്നത്. ബുക്കിൻ്റെ തുടക്കത്തിൽ പറയുന്നത് പോലെ ജീവിതത്തെക്കുറിച്ച് ആരും പറയാത്ത ചില സത്യങ്ങൾ, പഠിപ്പിക്കാത്ത ചില പാഠങ്ങൾ ഈ പുസ്തകത്തിന് കാണിച്ചു തരാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബുക്കിൻ്റെ അവസാനം അതിഥി എന്ന കഥാപാത്രത്തിനുണ്ടാവുന്ന തിരിച്ചറിവുകൾ വായിക്കുന്ന നമുക്കും ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് പേരുടെ പേര് പറയാൻ ആവശ്യപ്പെട്ടാൽ നാം ഒരിക്കലും നമ്മുടെ പേര് പറയാറില്ല. പലപ്പോഴും നാം നമ്മെക്കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല. അതിഥിയെപ്പോലെ ചുറ്റുമുള്ള ഒന്നിലും ഒരു പ്രതീക്ഷയുമില്ലാതെ തന്നെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഒരു പുതിയ യാത്ര തുടങ്ങാൻ ഇനിയും പലർക്കും കഴിഞ്ഞിട്ടില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് തിരിച്ചറിവുകളാണ് ഈ ബുക്ക് വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്. ഈ ലോകത്ത് മറ്റാരെക്കാളും നാം നമ്മെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യണം. നാം നമ്മെ സ്വയം ചേർത്ത് നിർത്തുന്നിടത്ത് ജീവിതം മാറിത്തുടങ്ങുമെന്ന ആശയമാണ് ഈ ബുക്ക് മുന്നോട്ട് വെക്കുന്നത്. എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് കേട്ടോ ഇത്. എന്തായാലും എടുത്ത് വായിച്ചു നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടമാവും. ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. അപ്പോൾ ഈ ബുക്കിൽ പറഞ്ഞേക്കുന്ന ഒരു കോട്ടോടു കൂടി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇഫ് യു ഹാവ് ദി എബിലിറ്റി ടു ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.